मैं एनडीए के ക്രിസ്തുദേവൻ്റെ അവസാനത്തെ അത്താഴം ഓർമ്മയുണ്ടല്ലോ. കോഴി 3 വട്ടം കൂവുന്നതിന് മുമ്പ് നിങ്ങളിലൊരാൾ എന്നെ ശത്രുവിന് ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്നതും പത്രോസ് ഞാനാണോ എന്ന് ചോദിക്കുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു പക്ഷേ ഈ മനുഷ്യനായിരിക്കാം മോദി സർക്കാരിനെ ആദ്യം ഭരിച്ചിടാൻ പോകുന്നതും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുന്തിയ ഒരു കാലുമാറ്റക്കാരനാണ് നിതീഷ് കുമാർ എന്നുള്ള കാര്യം സംശയിക്കേണ്ട. ഇതിലുള്ള അദ്ദേഹത്തിൻ്റെ നടപടികളെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചില തമാശകൾ എന്ന് വച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ താങ്ങില്ലായിരുന്നുവെങ്കിൽ 79 ഇന്ദിരാഗാന്ധി അനുഭവിച്ചതിനും അധികമായി നരേന്ദ്രമോദി ഇന്ന് പീഡനങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വന്നേ.